Hello, good morning. Good morning, everybody. Yes, good morning, all. Okay, so welcome to yet another live session from Tiju's Academy. This is Varsha, and This is Binsi. okay, so let's wait for a few minutes while our participants are joining. A very warm good morning to all. Okay, yes. So while people are joining, let's move on to our session. Yeah. So the topic for discussion today is a role play discussion on unknown case. Good Yeah. morning, Binsha. Good morning, Subi. Good morning. Yes. Good morning, Shruti. Okay, yes. So we are here to discuss Good morning, Archana. an unknown Yes. case. For unknown case, in the കഴിഞ്ഞ ദിവസം we have already discussed a known case, and I told you people that in the upcoming days also we'll be discussing cards on different scenarios, and today we are here to discuss an unknown case. Yes. Good morning, Siri. Good morning, Lakshmi. Yeah, Mridul Rams. Good morning. Anjumol PS. Good morning. Okay. Yes. So people are joining. Fine. Okay. So unknown case. അതിൻ്റെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് എൻ അൺനോൺ കേസ് ഓർ വാട്ട് യു മീൻ ബൈ ദ വേർഡ്? ഓക്കെ, Needu Maria. Good morning. യെസ്, ഗുഡ് മോർണിംഗ് നീതു. സോ അൺനോൺ എന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് എ ക്ലിയർ കട്ട് ഇൻഡിക്കേഷൻ ഓർ എൻ ഐഡിയ ദാറ്റ് വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ Patient. പേഴ്സൺ. Exactly. So the case is become totally unknown. That means we are just approaching the patient for the first time. യെസ്, And we are just asking their details, and you people are already know that clear clarity regarding that known case, what it is, and how its introduction and everything. But still, for your clarity, just we are just come with the the role play. So I think ഈ റോൾ പ്ലേ സെഷനിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും, ബിക്കോസ് വി ആർ ജസ്റ്റ് ടേക്കിംഗ് ആൻ എക്സാം മോഡൽ കാർഡ്. And today's card is specially from the recent examination Yes. a card. So the topic is continuously asking for the past year, and so on the sorting the cards, we are just finding out that this card is the best thing. So that's why we just pick the card from a huge variety of the topics. യെസ്. So ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുന്നു തോന്നുന്നു. ബിക്കോസ് റീസെൻറ്റ് എക്സാംസിന് എല്ലാം ചോദിച്ചൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് എന്താണ് ഒരു ഐഡിയയും കൂടി ഒരു ക്ലാരിറ്റിയും കൂടി ആവും, ആ ഒരു റിവിഷൻ പോലെ ആവും. അറ്റ് ദ സെയിം ടൈം ഒരു അൺനോൺ കേസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയും കൂടി ആവും. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് ആദിത്യ. Yes, so we are just moving on. So just like I mentioned, this is a role play discussion on an unknown case. അപ്പോൾ നമ്മൾ അതിലും പറഞ്ഞു unknown എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വേണം. വി ആർ മീറ്റിംഗ് ദ പേഴ്സൺ ഫോർ ദി വെരി ഫസ്റ്റ് ടൈം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പേഷ്യൻറ്റിനെ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്ക് എന്താണ് ഇവിടുന്ന് തന്നെ പ്രോപ്പർലി കിട്ടുന്നതാണ് unknown എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, സോ വെനെവർ യു ആർ റീഡിങ് ദ സിനാരിയോ, അവിടുന്ന് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇറ്റ് ഇസ് ഫ്രം ദ സെറ്റിംഗ് ആൻഡ് സിനാരിയോ ഇറ്റ് സെൽഫ്. സോ ആസ് ടു ഗെറ്റ് മച്ച് മോർ ക്ലാരിറ്റി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെറ്റിംഗ് ഇൻ സിനാരിയോ നോക്കാം. So yeah, here you can see the setting, that is community health center. Okay, so സെറ്റിംഗ് കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് കേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ ഓൺ ദ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു ഇറ്റ്സ് ആൻ അൺനോൺ കേസ് എന്ന് പറഞ്ഞു. അതിന് കുറച്ചും കൂടി ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സോ ആസ് ടു ചെക്ക് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം എന്താണ് സിനാരിയോ പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ബിൻസി ടോൾ, ഡോണ്ട് ജമ്പ് ഇൻ ടു എ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ദ സെറ്റിംഗ് ഇറ്റ് സെൽഫ്. സെറ്റിംഗ് വെച്ചിട്ട് മാത്രം ഒരിക്കലും നമ്മളൊരു കേസ് ഡിസൈഡ് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു എക്സാം മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി ഡിഫറെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ എന്ന് പറയുമ്പോൾ യൂഷ്വലി വി ഹാവ് ആൻ ഐഡിയ unknown ആയിരിക്കും. ബിക്കോസ് 99% ഓഫ് കേസസ് ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ വിൽ ബി ക്യാരിഡ് ഔട്ട് ലൈക്ക് അൺനോൺ കേസ്. പക്ഷേ ചില സിറ്റുവേഷനിൽ അങ്ങനെ ആവണമെന്നില്ല. So just be cautious, especially those who are just taking to plan the takes on the exams. Be vigilant, because we need to analyze the card by seeing the setting as well as the scenario as well as the first bullet point of the card. Yes. These three segments are very much important to identify a card nowadays. All right. Yes. Good morning, Tini. Good morning, Anoop, and also Olivia. Good morning. Good morning, Merlin.
Yes. Yes. So moving on to the setting, just like Binsi told, it's a community health center. Yes. Now we are looking into the scenario. Yeah. So it is given here that you see the parent of a 6-year-old girl who is having frequent nocturnal epistatus episodes, that is nosebleeds. Nosebleeds, yeah. So the parent wants to know what's causing them and want to get some advice on managing them. The child is not present. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ഒരു ലൈവിലും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ വാട്ട് ആർ ദ ബേസിക് ഇൻഫർമേഷൻസ് ദാറ്റ് യു ആർ ഗോണ കളക്ട് ഫ്രം ദി സെറ്റിംഗ് ഓർ ദി സിനാരിയോ. അപ്പോൾ അവിടെയും നമ്മൾ പറഞ്ഞതാണ്. കെൻ യു ജസ്റ്റ് കമൻറ്റ് ഡൗൺ ഇഫ് യു ഹാവ് ഗോൺ ത്രൂ ദ ലൈവ്. എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് സിനാരിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് നമ്മൾ പറഞ്ഞ കാര്യം എത്രത്തോളം നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കെൻ യു ജസ്റ്റ് കമൻറ്റ് ഡൗൺ. സെറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ സിനാരിയോയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അതെന്തൊക്കെയാണെന്നൊന്ന് പറയോ? ഇഫ് യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ദാറ്റ്, ഐ നോ. ഡു യു റിമെമ്പർ ഇറ്റ്? Everybody is thinking. I guess you're thinking on the same. Okay, let's just Yes. move on. So the first thing would be, who am I? Your designation is important because in certain cases there will be given, particular designations ഉണ്ടാവും. Yes. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഈ പറഞ്ഞ പോലെ എന്താണ് one of the registered nurses അല്ലെങ്കിൽ one among the registered nurses എന്ന് പറയുന്നത്. Yes, so place where some it is people are happening, commented. Tini, definitely. Yes. Diagnosis, okay. Yeah, that's also correct. Yes. Fine. So moving on to the second thing would be, yeah, it's a child. Yes, Jisha, it's a child, definitely. Good. So the first thing is, just like we have already discussed, who am I? Your particular designation. Number second would be, നമ്മളിനി ആരോടാണ് സംസാരിക്കാൻ പോകുന്നത്? Yes. Okay. To whom? Yes, to whom am I going to have the conversation? Yes, just like you people have commented down. Yes, bystander talking with the parent, definitely that's important. We need to collect that adequate information and the reason for visit. Animal designation, patient or guardian or parent, yeah, that's true. Yes, good. Okay, so these are the basic informations that we are going to collect or that we are going to look into when we are going to have a when we are confirming a case. അല്ലെങ്കിൽ നമ്മൾ ഒരു സിനാരിയോ വായിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോട്ടീസ് ചെയ്തത്. ഫസ്റ്റ് തിങ്, വാട്ട് ഈസ് യുവർ ഡെസിഗ്നേഷൻ? ഹു ആം ഐ? ഞാൻ ആരാണ് എന്നുള്ള കാര്യം അവിടെയും ക്ലാരിറ്റി തന്നു. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് ദാറ്റ് വൺ. ഫോർ ഇൻസ്റ്റൻസ്, ഹെഡ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ നെയിം ഇസ് വർഷ, ഐ എം ദി ഹെഡ് നേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ് മെൻഷൻ ചെയ്യുക. കാരണം നമ്മൾ വൺ ഓഫ് ദി പറഞ്ഞങ്ങ് യൂസ് ടു ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഹെഡ് നേഴ്സിൻ്റെ കൂടെ വൺ ഓഫ് ദി പറയാൻ പറ്റില്ല. മനസ്സിലായോ? സെക്കൻഡ് തിങ്, സോ സി ഇവിടെ നമ്മൾ കണ്ടു അല്ലേ, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരോടാണ് സംസാരിക്കാൻ പോകുന്നത് അല്ലേ. സോ ദ തേർഡ് തിങ് വിൽ ബി ദ ടോപ്പിക്. എന്ത് ടോപ്പിക്കാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അല്ലേ. വാട്ട് ആർ ദ ഇൻഫർമേഷൻസ് എക്സാക്ട്ലി ഐ നീഡ് ടു ഷെയർ വിത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് വാട്ട്സ് ദ പേഷ്യൻറ്റ് നീഡ്. സോ അതാണ് ദ തേർഡ് തിങ്. അതും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. വാട്ട്സ് എ പേഷ്യൻ്റ് കണ്ടീഷൻ, എന്ത് റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചാണ് പേഷ്യൻറ്റിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് വേണ്ടത്, ആൻഡ് വാട്ട് ആർ ദ എക്സാക്ട് തിങ്സ് ദാറ്റ് യു നീഡ് ടു ഡിസ്കസ് വിത്ത് ദ പേഷ്യൻറ്റ്. എങ്ങനെയല്ല ഞാനത് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കണം. സോ നമുക്കറിയാം സാധാരണ റോൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ക്വൈറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് വിത്ത് എ പേഷ്യൻറ്റ് ഇൻ വെരി സിമ്പിൾ ടെക്നിക് ആൻഡ് വെരി സിമ്പിൾ വേ. ഒരു സാധാരണ ഒരു കോമൺ മാനിന് അണ്ടർസ്റ്റാൻഡ് ആകുന്ന രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ. യുവർ ടൈംസ്, യുവർ വേ ഓഫ് സ്റ്റൈൽ, the wordings, everything should be in a perfect that way. So അതെല്ലാം നിങ്ങൾ ആലോചിച്ച് വേണം അവരോട് സംസാരിക്കാൻ ആയിട്ട്. യെസ്, എക്സാക്ട്ലി. സോ നമ്മൾ ഓൾറെഡി കൺഫേം ചെയ്തു ഹൂ ആം ഐ എന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്തു. യു ആർ എ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് മെൻഷൻ ചെയ്യാം? മൈ നെയിം ഇസ് ദിസ്, ഐ എം എ നഴ്സ് വർക്കിംഗ് ഇൻ ദി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ വർക്കിംഗ് ഇൻ ദിസ് ഫെസിലിറ്റി എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ടു ഹൂം ആം ഐ ഗോയിങ് ടു ഹാവ് ദ കൺവെർസേഷൻ വിത്ത്? യു ആർ ഗോണ ടോക്ക് വിത്ത് ദി പേരൻറ്റ്. ആൻഡ് ഹൂ ഇസ് യുവർ പേഷ്യൻറ്റ്? ഇറ്റ്സ് എ 6-year-old ഗേൾ. അപ്പോൾ നമ്മൾ രണ്ടാളുടെയും പേര് ചോദിക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് അവിടെ നിന്ന് തന്നെ എന്താണ് കിട്ടിയിട്ടുണ്ട്. ദെൻ റീസൺ ഫോർ വിസിറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ദ ചൈൽഡ് ഇസ് ഹാവിങ് ഫ്രീക്വൻറ്റ് നോസ് ബ്ലീഡ്സ്.
ഓക്കെ, അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മ വരുന്നത്. And there is a point there they have given frequent nocturnal epistaxis എന്നാണ് തന്നേക്കുന്നത്. അപ്പം nocturnal, what is the meaning of nocturnal? Can anybody comment? നിങ്ങൾ നഴ്സസ് അല്ലേ, so you might know the meaning of nocturnal. Yeah, what does it mean, the word? Yeah, what does that particular word mean? Good morning, Yeah, Sunita. Good morning. Can anybody comment? No Okay, way. nosebleed. Sorry, Olivia. Because the epistaxis, that's means nosebleed. Okay, epistaxis എന്ന് പറഞ്ഞാലാണ് nosebleed. But yeah, the Priya is, yeah, you're right, Priya. Yes, Priya, the and night also, time. yeah, Exactly. Donna Kurian has also commented. Yes. Occurs at night. Yes, definitely. Good. Exactly. ഇപ്പം നൊച്ചേണൽ എന്ന് പറഞ്ഞാൽ നൈറ്റ് ആണ്. നൈറ്റ് ടൈമിൽ മാത്രമാണ് ആ കുട്ടിക്ക് എന്തുള്ളത്, നോസ് ബ്ലീഡ്സ് ഉള്ളത് അല്ലേ. അപ്പം ഡേ ടൈമിൽ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം എക്സാക്ട് ടൈം എപ്പോഴാണ് ആ കുഞ്ഞിന് നോസ് ബ്ലീഡ് ഉണ്ടാവുക എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഹിസ്റ്ററി കളക്ഷനിൽ അപ്പോൾ ഒരു പോയിന്റ് അവിടെ വരണതായിരിക്കും. നൈറ്റിൽ. Yeah, okay, yes. So you people got an idea on the same, and it is also mentioned that the child is not present. Child അവിടെ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി മെൻഷൻഡ് ആയിട്ടുണ്ട്. സോ ഫ്രം ദ സിനാരിയോ ഇറ്റ് സെൽഫ് യു ഗോട്ട് എൻ ഐഡിയ ദാറ്റ് എ പേരൻറ്റ് ഇസ് വിസിറ്റിംഗ് യു. പേരൻ്റ് ആണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ പേഴ്സൺസ് ഡിഫിക്കൽറ്റി ഓർ വാട്ട് ഇസ് ദ കൺസേൺ ഓർ ദ റീസൺ ഫോർ വിസിറ്റ് ഹിയർ? ദ ചൈൽഡ് ഇസ് ഹാവിങ് ഫ്രീക്വൻറ്റ് നോസ് ബ്ലീഡ്സ് യൂഷ്വലി അറ്റ് നൈറ്റ്, ആൻഡ് മോർ ഓവർ ദ parent wants to know what is causing them, എന്താണ് അതിൻ്റെ കോസ്. അതുപോലെ തന്നെ they want to get some idea, advice on managing them. ഈ പർട്ടിക്കുലർ സിറ്റുവേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നും കൂടി പേരൻറ്റിന് അറിയേണ്ടതാണ്. That's why they have visited you. Moreover, one more information is given, the child is not present. So tell me how you're going to start the conversation. നമ്മൾ ഈ conversation എങ്ങനെയായിരിക്കും ബിഗിൻ ചെയ്യുക? Can you just comment on the same? Yeah. We have already discussed the same. I mean, എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ കേസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേസസ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. So can you just tell me how you will start the case? So what is the first thing that you're going to do? എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം? ഈ ഒരു പർട്ടിക്കുലർ കേസ് നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഗ്രീറ്റ്. Definitely, Olivia. Okay. Very good. Because you are meeting the person for the very first time. It's pretty important that you greet the person. Definitely. Great. Then, how exactly you need to, start the role play? Especially it's an unknown case, yeah. So you might know the introduction of an unknown case. പക്ഷേ ഇവിടെ മദർ ആൻഡ് ചൈൽഡ് ആണ് അല്ലേ? ഗ്രീറ്റിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. വെരി ഗുഡ്. ഗ്രീറ്റിങ്ങിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഇൻട്രോയും കൂടി കൊടുക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി. എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത്? How will you introduce yourself now here in this particular context? Yes, good. Yeah, and also mentioning നിങ്ങളുടെ ഡെസിഗ്നേഷനും കൂടി മെൻഷൻ ചെയ്യാം. Yeah, Lakshmi, yes. Lakshmi has also commented the reason for visit ചോദിക്കുന്നു. The third thing would be asking the reason for their visit. Yeah. Yes, exactly. Yeah, so നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നു അറ്റ് ഫസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, വിഷ് ചെയ്യാം അവരെ. ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് വർഷ, ഐ എം വൺ അമംഗ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ മൈ നെയിം ഇസ് വർഷ, ഐ എം എ നേഴ്സ് വർക്കിംഗ് ഇൻ ദിസ് ഫെസിലിറ്റി എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചോദിക്കാം, മേ ഐ നോ ദ റീസൺ ഫോർ യുവർ വിസിറ്റ് ഓർ വാട്ട് ബോട്ട് യു ടു ദ ക്ലിനിക് ടുഡേ ഓർ വാട്ട് ബോട്ട് യു ടു ദ സെൻറ്റർ ടുഡേ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. റീസൺ ഫോർ വിസിറ്റ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രോ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത് ഇത്രയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 5 minute കോൺവെർസേഷൻ കൊണ്ടുപോകുന്നുണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ഹാവ് എ സീറ്റ് എന്ന് മെൻഷൻ ചെയ്യാം, ജസ്റ്റ് ലൈക്ക് ആദിത്യ ഹാസ് കമൻറ്റഡ്. ഇഫ് യു വോണ്ട് യു മേ ഓൾസോ ആഡ് ഓൺ. Yeah, so Olivia told, you look so anxious, could you please tell me what's bothering you? But yes, that's അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ആക്ച്വലി നേരത്തെ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ച്വലി ഇത് ഇപ്പം കാർഡിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ദ പേഷ്യൻ്റ് ഈസ് വറീഡ്, ദ പേരൻറ്റ് ഈസ് വറീഡ്, ദ പേരൻറ്റ് ഈസ് ആൻഷ്യസ്, ദ പേരൻറ്റ് ഈസ് ഫ്രസ്ട്രേറ്റഡ്, അങ്ങനെ ഒരു കീ ഐഡിയ അവർ തരുന്നുണ്ടെങ്കിലാണ് ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ അവരങ്ങനെ സിനറിക്കകത്ത് തന്നിട്ടില്ലെങ്കിൽ യു ആർ നോട്ട് സപ്പോസ് ടു ജഡ്ജ് ദാറ്റ്. ഓക്കെ, പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബിക്കോസ് ദ പാരന്റ് ഇസ് വറീഡ് എന്നുള്ളൊരു പാരന്റ് തന്നെ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു 6-year-old ഗേൾ ആയതുകൊണ്ട് തന്നെ വി ക്യാൻ ജസ്റ്റ് മേക്ക് ഇറ്റ് ഔട്ട്. പക്ഷെ കുറച്ചും കൂടി ക്ലാരിറ്റി അവിടെ നമുക്ക് എന്താണ്, അങ്ങനെ കീ വേർഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ദാറ്റ് ഇസ് വാട്ട് ഷീ വാസ് കൺവേയിങ്. അവിടെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ആസ്ക് ഹൗ മേ ഐ ഹെൽപ്പ് യു ടുഡേ, അവിടെ ഷീസ് ആൻഷ്യസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വി കൻ ആസ്ക്. ഈ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ് ദിസ് പർട്ടിക്കുലർ വൺ. സോ വി ഹോപ്പ് ദാറ്റ് ദി ഇൻട്രോ പാർട്ട് ഇസ് ക്ലിയർ ടു യു. യു ഗോട്ട് എൻ ഐഡിയ. വി ജസ്റ്റ് മൂവിങ് ഓൺ വിത്ത് ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ അവിടെ നോക്കിക്കേ, ദ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ഈസ് ഫൈൻഡ് ഔട്ട് റീസൺ ഫോർ പേരൻസ് വിസിറ്റ്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കേസ് അൺനോൺ ആകുന്നത് സെറ്റിംഗ് നോക്കിയിട്ട് പ്ലസ് സിനേരിയോ നോക്കിയിട്ട് പ്ലസ് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ഓഫ് ദ കാർഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സെറ്റിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആയിരുന്നു. നമുക്കറിയാം ഒരു 90% കേസും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ അൺനോൺ ആയിരിക്കും. അതൊരു കാര്യമായിരുന്നു. സെക്കൻഡ്, അവിടെ ആ അമ്മയും കുട്ടിയും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതാണെന്നൊരു ഇൻഫർമേഷനാണ്. അവിടെ എങ്ങും ഒരു കീവേഡിൽ പറഞ്ഞിട്ടില്ല വെദർ ദ ചൈൽഡ് ഈസ് അഡ്മിറ്റഡ് അല്ലെങ്കിൽ യു ആർ ജസ്റ്റ് അബ്സർവ് ദ ചൈൽഡ് എന്നോ ഒരു രീതിയിലും ആ കൊച്ചിനെ നിങ്ങൾ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടായിട്ട് അവിടെ സിനേരിയയിലില്ല. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് തിങ്. ആൻഡ് ദ തേർഡ് തിങ് നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ കീവേഡ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. സോ ഫസ്റ്റ് യു നീഡ് ടു സ്ട്രൈക്ക് ദ തിങ്, ഫൈൻഡ് ഔട്ട് ദ വേർഡ്. ഓക്കെ, സോ അതിൽ നിന്ന് തന്നെ മനസ്സിലായ എന്താണ്, ദിസ് ഈസ് ആൻ അൺനോൺ കേസ്. കാര്യം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് റീസൺ എന്തിനാണ് പേരൻറ്റ് നിങ്ങളെ അപ്രോച്ച് ചെയ്തത്. റൈറ്റ്? Yeah. So from the word, the first bullet point, it is clear that you need to ask the parent that why they wanted an attention, അല്ലെങ്കിൽ why they came from, അല്ലേ, എന്തുകൊണ്ടാണ് അവർ വന്നത്, നിങ്ങളെ അപ്രോച്ച് ചെയ്തത് എന്തുകൊണ്ടാണെന്നൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന് വരേണ്ടത്. അത് ഫൈൻഡ് ഔട്ട് ആണ് നിങ്ങൾ ചോദിക്കണം. സോ ഓൾറെഡി നിങ്ങൾ ചോദിച്ചു ഹൗ മേ ഹെൽപ്പ് യു ടുഡേ, വാട്ട് ബ്രിങ് യു ഹിയർ ടുഡേ, അല്ലേ, നിങ്ങൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് ടാസ്ക് ഈസ് Archana has also commented, good morning, my name is Archana, one among the nurses in the community health center. Could you please tell me how can I assist you today? Good, Archana, exactly. That's a good thing. Yes, really very good. ഇപ്പം നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഈസി വേ ആണ് നമ്മൾ പറഞ്ഞു തന്നത്. ആ സ്ട്രൈക്ക് ചെയ്യുക ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിനെ, എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് അവിടെ പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് വി ഹാവ് ഓൾറെഡി റൺ ലൈവ് ഓൺ ദ കീവേഡ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കീവേഡിനെ സ്ട്രൈക്ക് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സോ അവിടെ നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, അപ്പോൾ മേ ഐ നോ ദ റീസൺ ഫോർ വിസിറ്റ് ചോദിക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി പേരൻറ്റ് പറയുന്നത് എന്തായിരിക്കും, ഇതിനെപ്പറ്റി ആലോചിച്ച് അവർ വറീഡ് ആണെന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു റീഅഷുറൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അല്ലേ, ഇറ്റ് ഇസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ആഡ് എ പ്രോപ്പർ റീഅഷുറൻസ് rather than moving on to the history part. Like mother is telling you she's worried. Yes, I can really understand your feelings right now. You don't need to worry because you have came to the right facility and I'm here to guide you for the same. ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ എന്നൊരു കാര്യം മെൻഷൻ ചെയ്യാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ബിഫോർ മൂവിങ് ഇൻ ടു ദി ഫസ്റ്റ് ടാസ്ക്, ആർ വി ഫൊഗെറ്റിംഗ് എനിത്തിങ്? എന്തെങ്കിലും ഉണ്ടോ ഇനി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? Did you notice anything? Are you people with us? എന്തെങ്കിലും മറന്നു പോകുന്നതായിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ ഇൻട്രോയിൽ വി ഇൻട്രൊഡ്യൂസ്ഡ് അവർ സെൽഫ്, അല്ലേ? അതുപോലെ തന്നെ ഡോണ്ട് ബി വറീഡ്, ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. യെസ് അനുമോൾ, അഞ്ചുമോൾ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ആർ ഫൊഗെറ്റിംഗ് ഹിയർ? എന്തോ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ നമ്മൾ ആഡ് ഓൺ ചെയ്യാനുള്ളത്. നെയിം ഓഫ് ദി പേരൻറ്റ് ആൻഡ് ചൈൽഡ്. വെരി ഗുഡ് ഡോണ. ലക്ഷ്മി ഹാസ് ഓൾസോ കമൻറ്റഡ്. Yes, name. Very exactly. Good. We have to gather the information of the person. Yes, name. Very good. We need to collect the patient. Child ഇവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യം മെൻഷൻഡ് ആണ്, അല്ലേ? ചൈൽഡ് ഇവിടെ ചൈൽഡ് നോട്ട് പ്രസൻറ്റ് ഫോർ ദി ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ, ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. സോ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേരന്റ് നെയിം മാത്രം ചോദിച്ചാലും ടോട്ടലി ഇറ്റ്സ് സെമി റെലവൻറ്റ് ടു ആസ്ക് ദ ചൈൽഡ്സ് ഡീറ്റെയിൽസ്. കാര്യം നിങ്ങൾ ചൈൽഡിനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല, പേരൻറ്റിനെ മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നത്. സോ വേണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് ക്രൈമൊന്നും അല്ല. യു ക്യാൻ ആസ്ക് ചൈൽഡ് നെയിം ആൻഡ് ഏജ് നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ബട്ട് ചൈൽഡിൻ്റെ ഏജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പേരിനെക്കാട്ടിലും, കേട്ടോ. അപ്പം മദറിൻ്റെ പേരാണ് കൂടുതലും നമ്മൾ ക്യാരി ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് വി ആർ ജസ്റ്റ് ഹാവിങ് ദ കോൺവെർസേഷൻ വിത്ത് ദ മദർ ഓൺലി. സോ അവിടെ മദറിൻ്റെ പേരിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, പക്ഷേ ചൈൽഡിൻ്റെ ഏജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്.
Alright? Yes. So അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. So Mr. Avan documentation has purpose-ന് commented, may I please know your name and your child's name for documentation purpose. അവിടെ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യുക, ഏജും കൂടി, കുട്ടിയുടെ ഏജ് എത്രയാണെന്നും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. Yes. For my better communication, could you please tell me your name? Yes. Yeah. അപ്പോൾ കുട്ടിയുടെ for my documentation, may I know your ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ പേര് ചോദിക്കില്ല നീതു. നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് എപ്പോഴും പേഷ്യന്റ് നെയിം ആയിരിക്കും. ഓക്കെ, പേഷ്യന്റ് നെയിം ആണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈസ്റ്റാൻഡറിന്റെ പേര് ചോദിക്കുന്നത്. സോ കുട്ടീനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഫ് യു വാണ്ട് യു മേ ആസ്ക്, സോ മേ ഐ നോ യുവർ ചൈൽഡ്സ് നെയിം ആൻഡ് ഏജ് എന്ന് നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ്? ചൈൽഡിന്റെ ഏജിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ മോറോവർ പിന്നെ നമുക്ക് ബെറ്റർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടാസ്ക്. ഓക്കെ, സോ നോക്കിക്കേ, ദ നെക്സ്റ്റ് വൺ ഈസ് ഓൾസോ ഫൈൻഡ് ഔട്ട് അഗെയിൻ ദ സെയിം കീവേഡ്. അവിടെ മോർ ഡീറ്റെയിൽസ് അബൌട്ട് നോസ് ബ്ലീഡ്സ് എന്നാണ് അല്ലേ. അപ്പോൾ ഫൈൻഡ് ഔട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെ ഫൈൻഡ് ഔട്ട് കണ്ടാലും നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഫൈൻഡ് ഔട്ട് മീൻസ് ആസ്ക്. യു നീഡ് ടു ആസ്ക് സംതിങ് ടു ദ പേരൻറ്റ്. ഓക്കെ, സോ ഇവിടെ അവർ ഹിസ്റ്ററി കളക്ഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി എന്തിനാണ് പേരൻറ്റ് വന്നതെന്ന് പേരനോട് ഫസ്റ്റ് ചോദിക്കുമ്പോൾ പേരൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, യാ നഴ്സ്, ഐ ക്യാൻ സേ ദാറ്റ് മൈ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് നോസ് ബ്ലീഡ്സ് അറ്റ് ടൈംസ്. സമയത്ത് എൻ്റെ കുഞ്ഞിന് എന്ത് വരുന്നുണ്ട്? നോസ് ബ്ലീഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറയേണ്ടി വരും? വർഷ പറഞ്ഞതുപോലെ റീഅഷുറൻസ് പറയേണ്ടി വരും. യാ, ഓ ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ് യുവർ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് നോസ്ബ്ലീഡ്സ് അറ്റ് ടൈംസ്, ബട്ട് നത്തിങ് ടു ബി വറി. എനിവേ യു ജസ്റ്റ് കെയിം ടു അവർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആൻഡ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. സോ ബിഫോർ പ്രൊസീഡിങ് ഫർദർ, I just think that I need you to give me more information regarding your child's health status. So can I? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് അസസ് ചെയ്യാൻ വേണ്ടിയില്ലേ കൂടുതൽ ഇൻഫർമേഷൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കട്ടെ. യെസ് നഴ്സ് പ്ലീസ്. അവിടെയാണ് നോക്കിക്കുക, ഒരു ബ്രാക്കറ്റിൽ കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ഫ്രീക്വൻസി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്, വോളിയം ഓഫ് ബ്ലഡ് ലോസ് ഉണ്ട്. അപ്പോൾ അവിടെ സാധാരണ കുട്ടികൾ ചോദിക്കുമ്പം അതുപോലെ എടുത്ത് ചോദിക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. ക്യാൻ യു പ്ലീസ് ടെൽ മീ അബൌട്ട് ദ ഫ്രീക്വൻസി ഓഫ് ദ നോസ്ബ്ലീഡ് ആൻഡ് ക്യാൻ യു പ്ലീസ് ടെൽ മീ ഡ്യൂറേഷൻ. ആക്ച്വലി അങ്ങനെ ചോദിക്കുന്നതിനോട് വി ആർ ജസ്റ്റ് നോട്ട് അറ്റ് ഓൾ പ്രൊമോട്ടിംഗ് ദ കോട്ടിംഗ് ദ സെയിം കീവേഡ് ഗിവൺ ഇൻ ദ ടാസ്ക്. അതിന് പകരം നിങ്ങൾക്ക് കുറച്ച് സിനോണിംസ് ആയിട്ട് വേറെ രീതിയിൽ അത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് ചോദിക്കാൻ നിങ്ങൾ അറിയണം എന്നുള്ളതാണ്. സോ അവിടെയാണ് ശരിക്കും നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റി നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് an OET examination thing, so you need to be proper and professional. Alright, so അവിടെ ഫ്രീക്വൻസി അപ്പോൾ എങ്ങനെ ചോദിക്കാൻ പറ്റും? Can you please tell me about the frequency? അങ്ങനെ ചോദിക്കാതെ വേറെ രീതിയിൽ എങ്ങനെയായിരിക്കും ഫ്രീക്വൻസി ചോദിക്കുക? Can anybody comment? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? I would like to know more about your child details. May I proceed? Yeah, that's the thing. Yes, that means you're asking a permission to the parent. Can I collect some details about her? എന്നുള്ള കാര്യം നമ്മൾ പെർമിഷൻ സീക്കുകയാണ്. ദാറ്റ്സ് ഗുഡ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഡെഫിനറ്റ്ലി അവരെ ഒന്ന് ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ബൈസ്റ്റാൻഡർ നെയിം ചോദിച്ചിട്ട് കുഡ് യു പ്ലീസ് ടെൽ മീ ദ ഫ്രീക്വൻസി ഓഫ് ദിസ് യുവർ ചൈൽഡ്സ് നോസ് ബ്ലീഡ് എന്ന് ഡയറക്റ്റ്ലി പറഞ്ഞു പോകുന്നതിനേക്കാളും ബെറ്റർ ആണ് അവരെയും കൂടെ ഒന്ന് അവെയർ ആക്കുന്നു. എന്താണ് ഇനി ഹിസ്റ്ററി കളക്ഷൻ ആണ്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഗെറ്റ് മച്ച് മോർ ക്ലാരിറ്റി ഓഫ് യുവർ ചൈൽഡ്സ് നോസ് ബ്ലീഡ് ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ സെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, so in order to get much more clarity or in order to get a better understanding of your child's condition, can I ask some questions to you എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചോദിക്കാവുന്നതാണ്. കറക്റ്റ് ആണ്. സോ Merlin, that's yes, right, really good, right Merlin. Answer. How often your child is getting nosebleeds? Very good, Merlin. I was expecting the same. ഞാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഒരു ആൻസർ. റിയലി ഗുഡ് മെർലിൻ, ഐ എം ഹാപ്പി ടു സീ യുവർ ആൻസർ. സോ ഫ്രീക്വൻസി അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്. How often your child is getting നിങ്ങളുടെ ചൈൽഡിന് നോസ് ബ്ലീഡ് വരുന്നത്. സോ ഓൾറെഡി ദ ആൻസർ ഈസ് ഗിവൺ ഇൻ ദ സിനേരിയോ. എപ്പോഴാണ് കുഞ്ഞിന് വരുന്നത്? അറ്റ് ദ നൈറ്റ് അല്ലേ, നൊച്ചേണലാണ്. സോ നൈറ്റ് മാത്രമാണ് വരുന്നത്. സോ നമ്മൾ ഡെഫിനറ്റ്ലി പറയും യെസ് മാഡ്സ് മൈ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് ദ നോസ് ബ്ലീഡ്സ് എസ്പെഷ്യലി അറ്റ് ദ നൈറ്റ് ടൈമിലാണ് വരുന്നത്. സോ ദ നെക്സ്റ്റ് തിങ് നോക്കിക്കേ, ഡ്യൂറേഷൻ അല്ലേ. ഇപ്പോൾ ഡ്യൂറേഷൻ എങ്ങനെ ചോദിക്കൂ ഇനി? ക്യാൻ യു പ്ലീസ് ടെൽ മീ ഡ്യൂറേഷൻ ഓഫ് യുവർ ചൈൽഡ്സ് നോസ് ബ്ലീഡ് അങ്ങനെ ചോദിക്കാവോ? അല്ല, വേറെ രീതിയിൽ എങ്ങനെ ചോദിക്കണം ഡ്യൂറേഷൻ? അതോട് പറയാമോ? Yes, can we get your responses into the same? How long it will bleed? Yeah, yes, correct. How long does the bleed last? Yes, correct ആണ്. രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് ആണ്. Yes, see ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ വേയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ലൈക്ക് വാട്ട് എവർ ഇസ് ഗീവൻ അത് തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് സി യു പീപ്പിൾ നോ, നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി എന്ന് കിട്ടുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹൗ ഓഫൻ യുവർ ചൈൽഡ് ഇസ് ഗെറ്റിംഗ് നോസ് ബ്ലീഡ്സ് എന്ന് പറയുമ്പോൾ ദേ വിൽ ഓൾസോ ഗെറ്റ് എൻ ഐഡിയ ദാറ്റ് ഓക്കെ ഫൈൻ ഇതാണ് വാക്ക് എന്നുള്ളൊരു പ്രോപ്പർ ഐഡിയ നിങ്ങൾക്കും കിട്ടി എന്നുള്ള. ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഹൗ ലോങ്. അർച്ചന, ഗുഡ്.
സോ എങ്ങനെ ചോദിക്കാം? സോ ആലിസ്, വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ ഹൗ ലോങ് ദ ബ്ലീഡ് വിൽ ലാസ്റ്റ്? എത്ര നേരമാണ് ഈ ബ്ലീഡിങ് ലാസ്റ്റ് ചെയ്യാറുള്ളത്? യൂഷ്വലി എങ്ങനെയാണ് അല്ലേ? സോ ദ മദർ വിൽ സേ ഇറ്റ് മേ ലാസ്റ്റ് സം ടൈം ഫോർ ഫ്യൂ മിനിറ്റ്സ് അല്ലേ, കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യാറുണ്ട്, ബ്ലീഡിങ് നിൽക്കാറുണ്ട് നഴ്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ അതിന് ആൻസർ നമുക്ക് കിട്ടി. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് വോളിയം ഓഫ് ബ്ലഡ് ലോസ്. ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, അതൊന്ന് മേക്കപ്പ് ചെയ്തേ. ഇനി എങ്ങനെയാണ് വോളിയം ഓഫ് ബ്ലഡ് ലോസ് ചോദിക്കുക? ഓർ ഹൗ വിൽ യു പുട്ട് ദ സെയിം തിങ്? നിങ്ങൾ എങ്ങനെയായിരിക്കും അത് കൺവേ ചെയ്യുക? വോളിയം ഓഫ് ബ്ലഡ് ലോസ്. Volume of blood loss. If you want to make a note of these things, you may. Because ആ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഫ്രീക്വൻസി എന്ന് ചോദിക്കാതെ ഹൗ ഓഫൻ എന്നായിരിക്കും ഫ്രീക്വൻസിയിൽ വരുന്നത്. മനസ്സിലായോ? ഡ്യൂറേഷൻ ആണെങ്കിൽ ഹൗ ലോങ്. അപ്പോൾ ആ വേർഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം അതും കൂടെ പറഞ്ഞേ. Blessing, have you noticed the amount of blood loss? How much it will bleed approximately? Okay. How much is the blood loss? Okay, fine. Yes, Prince Moon. Yes, we got somewhat of an idea. How much amount of blood loss you noticed? Okay, that's also fine. Yeah, how much എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ഇവിടെ. അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് ഇസ് ദ ബ്ലീഡിങ്. യാ, ഡെഫിനറ്റ്ലി വോളിയം പറയുന്നതുകൊണ്ട് തന്നെ ഹൗ മച്ച് എന്നുള്ളതാണ് ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് വരുന്ന ഒരു കീവേഡ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മി ദ വോളിയം ഓഫ് ബ്ലഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദർ ഇസ് നോ മിസ്റ്റേക്ക്. ഓക്കെ, ബേസിക് ഐഡിയ ഹിയർ ഇസ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി ആ വേർഡ് തന്നെ യൂസ് ചെയ്യാണ്ട് യു ക്യാൻ ഇക്വേറ്റ് വിത്ത് സർട്ടൻ അതർ വേർഡ്സ്. സോ ദാറ്റ് ദ പേഴ്സൺ ലിസണിങ് ടു യുവർ കോൺവെർസേഷൻ വിൽ ഓൾസോ ബി ഗെറ്റിംഗ് ദി ഐഡിയ ദാറ്റ് യാ ദിസ് ഗൈ നോ സംതിങ് എന്നുള്ളൊരു ഐഡിയ അവർക്കൂടെ കിട്ടുന്നതായിരിക്കും. So we hope that this slide is clear. Could you please tell me the reason for your visit? Okay, I can understand being a parent you might be anxious about your child. Just feel relaxed. You are at the best facility. For our better communication, could you please state your name? Okay, can you just tell me your child's name and age? Yeah. അത് നമ്മൾ ചോദിക്കുന്നു. ഏജ് ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയുടെ. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഗെറ്റ് മച്ച് മോർ ക്ലാരിറ്റി ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു യു അബൌട്ട് യുവർ ചൈൽഡ്സ് നോസ് ബ്ലീഡ്? Yes. ഓക്കെ, സോ ഹൗ ലോങ് ഡസ് യുവർ ചൈൽഡ് ഹാവ് ദിസ് ബ്ലീഡിങ്? Okay, so അതിനുശേഷം ഫ്രീക്വൻസി ചോദിക്കാം. ഹൗ ഓഫൻ ഇസ് ഷീ ഗെറ്റിംഗ് ദ ബ്ലീഡിങ്? ഓക്കെ, ദെൻ മേ ഐ നോ ദ വോളിയം ഓഫ് ദ ബ്ലഡ് ലോസ് എന്നും കൂടി നമുക്കവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്, എക്സ്പ്ലോർ എനി അതർ സിംറ്റംസ്. അപ്പോൾ അവിടെ കയറി താങ്ക് യു പറയണ്ട. നമ്മൾ ഡെഫിനറ്റ്ലി ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ അക്നോളജ് ചെയ്യാറുണ്ട്. ബട്ട് അതിന് മുന്നേ നോക്കുക വേറെ എന്തെങ്കിലും ഹിസ്റ്ററി ചോദിക്കാനുണ്ടോ എന്നുള്ള കാര്യം കൂടി ചോദിച്ചിട്ട് മാത്രം, അല്ലെങ്കിൽ നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക, താങ്ക് യു പറയുക. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ടാസ്ക് നമ്പർ 3. ഇറ്റ് ഈസ് എക്സ്പ്ലോർ എനി അതർ സിംറ്റംസ്. വേറെ എന്തെങ്കിലും സിംറ്റംസ് നോട്ടീസ് ചെയ്തോ? അവിടെ ബ്രാക്കറ്റിൽ ഗീവൺ ആണ്, അതെടുത്തിട്ട് വേണം നമ്മൾ ചോദിക്കാൻ. സോ കുഡ് യു പ്ലീസ് ടെൽ മി, അല്ലെങ്കിൽ മേ ഐ നോ ഡിഡ് യു നോട്ടീസ് എനി അതർ സിംറ്റംസ് എന്ന് മാത്രമായി പോവരുത്. ആ ബ്രാക്കറ്റിലുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്തിരിക്കണം, കോട്ട് ചെയ്ത് ചോദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ അവിടെ എക്സ്പ്ലോർ എന്ന് കണ്ടപ്പോഴും ദാറ്റ് മീൻസ് ആസ്ക് എന്നാണ് വരിക. പക്ഷേ ബ്രാക്കറ്റിൽ അവർ തന്നിട്ടുണ്ട് ഫറ്റീഗ് ഓർ ബ്രൂയിസിങ് അല്ലേ. അപ്പോൾ അവിടെ ചില സ്റ്റുഡൻസ് ചെയ്യുമ്പോഴത്തേക്കും can you please tell me what are the symptoms she is experiencing? എന്തൊക്കെയാണ് കുഞ്ഞ് എക്സ്പീരിയൻസ് സിംറ്റംസ് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ റോങ് ആണ്. വൈ? ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി ഗിവൺ an idea what the point you need to include in that while framing that question, particular question. സോ അവിടെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ബ്രാക്കറ്റിൽ ഇൻഫർമേഷൻ കോട്ട് ചെയ്ത് ചോദിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ശ്രദ്ധിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സി വെനെവർ അവിടെ ബ്രാക്കറ്റിൽ ജസ്റ്റ് ലൈക്ക് വി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ലൈഫ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ യു നീഡ് ടു യൂസ് ഇറ്റ്. ഫോർ ഇൻസ്റ്റൻസ് ഹൗ ആർ യു ഫീലിംഗ് നൗ? ബ്രാക്കറ്റിൽ പെയിൻ ഡിസ്കംഫർട്ട് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടല്ല, അവിടെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കോട്ട് ചെയ്യാവുന്നതാണ്. സോ ഡിഡ് യു നോട്ടീസ് എനി അതർ സിംറ്റംസ്, എക്സാമ്പിൾ ഫറ്റീഗ് ഓർ ബ്രൂയിസിങ് എന്ന് അവിടെ നമുക്ക് ജസ്റ്റ് സിമ്പിൾ മേക്ക് ഇറ്റ്. ഐ എം കീപ്പിംഗ് ഇറ്റ് വെരി സിമ്പിൾ. ഇഫ് യു വാണ്ട് ടു Steven also commented the same. Apart from the bleeding, have you noticed any other symptoms like bruising or fatigue? Yes. Really good answer, Steven. Very good, Steven. Good. Have you noticed any other symptoms? Yes, good Lakshmi. Lakshmi has also commented. Yeah. So അവിടെ നമുക്ക് ചോദിക്കാം. So apart from the bleeding, Alice, can you please tell me, have you noticed any other symptoms like bruising or fatigue in your child? അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അമ്മ എന്ത് പറയും? No. അമ്മയുടെ ആൻസർ അവിടെ നോ ആണ്. നോ നഴ്സ്, ഐ ഡിഡ്ന്റ് സീൻ എനി ഓഫ് ദ സിംറ്റംസ് അപ്പാർട്ട് ഫ്രം ദീസ്, മൈ ചൈൽഡ് ഈസ് ഫൈൻ. ഇതെല്ലാം ഒഴികെ എൻ്റെ കുഞ്ഞ് ഓക്കെയാണ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും കുഞ്ഞിനില്ല. ഓൾറൈറ്റ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഹിസ്റ്ററി കളക്ഷൻ അവസാനിക്കുകയാണ്. സോ ദെയർ യു നീഡ് ടു ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്.
for giving all these informations about the child. Okay, അപ്പോൾ അമ്മ ഇത്രയും ഇൻഫർമേഷൻ തന്നതിന് അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അപ്പോൾ എങ്ങനെ പറയും? വെൽ, താങ്ക് യു ഫോർ ഗിവിംഗ് മീ all these informations about your child, Alice. It helped me to understand your child's condition much better. ഇതിനെപ്പറ്റി എനിക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു, ആൻഡ് താങ്ക്സ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. താങ്ക് യു മാത്രം പറയാണ്ട് ഞാൻ ജസ്റ്റ് താങ്ക് യു എന്ന് എഴുതിയിട്ടുള്ളൂ. താങ്ക് യു ഫോർ ഷെയറിംഗ് ദീസ് വാല്യുബിൾ ഇൻഫർമേഷൻസ്. ഐ ഗോട്ട് എ ക്ലിയർ കട്ട് ഐഡിയ റിഗാർഡിംഗ് യുവർ ചൈൽഡ് എന്ന് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് ഔട്ട്ലൈൻ പോസിബിൾ കോസസ്. എന്തൊക്കെ ആയിരിക്കാം കുട്ടിയുടെ കേസിലുള്ള കോസസ് എന്നുള്ള കാര്യമാണ് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ദ കീവേഡ് സ്റ്റാർട്ട്സ് വിത്ത് ഔട്ട്ലൈൻ. അപ്പോൾ ഔട്ട്ലൈൻ എന്നുള്ള കീവേഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? വി ആർ ജസ്റ്റ് ജോട്ടിങ് ഡൗൺ, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ് മീ ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഔട്ട്ലൈൻ ദ പോസിബിൾ കോസസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാരി ഔട്ട് ചെയ്യാവുന്നതാണ് ഇഫ് യു വോണ്ട്. യെസ്, അപ്പോൾ അവിടെ നോക്കിയേ, ഔട്ട്ലൈൻ പോസിബിൾ കോസസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഒരു കുറേ പോയിന്റ്സ് അവർ തന്നിരുന്നുണ്ട് അല്ലേ? സ്ക്രാച്ചിങ് ഓർ പിക്കിംഗ്, എനി ട്രോമ, കോൾഡ് ഓർ സൈനസ് ഇൻഫെക്ഷൻ, മെഡിക്കേഷൻ, എക്സ്പോഷർ ടു ഡ്രൈ എയർ അല്ല, ഇങ്ങനത്തെ ഒരു നീണ്ടൊരു ലിസ്റ്റ് അവർ തരുകയാണ്. ദെൻ ആ ബ്രാക്കറ്റ് ക്ലോസ് ആയിട്ട് അവിടെ നേരെ കൊടുത്തേക്കുന്നു എക്സ്പ്ലോർ റെലവൻസ് ഓഫ് ദീസ് ടു ചൈൽഡ്. അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഓക്കെ, സോ ആ 2 ബുള്ളറ്റ് പോയിന്റും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ ഒരു മോഡൽ എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ഇങ്ങനെ തന്നെ വരും എക്സാം കാർഡിനകത്ത്, ഒരു ഡൗട്ടും വേണ്ട. പക്ക ഇങ്ങനത്തെ ഒരു മോഡലായിരിക്കും. കോസസിൻ്റെ അവിടെ ആയിരിക്കും സാധാരണ കാണാറുള്ളത്. സോ എക്സ്പ്ലോർ റെലവൻസ്. സോ ഈ ഒരു കീവേഡ് പ്രത്യേകം നോട്ട് ചെയ്തോണം. ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഒരു കോമൺ രീതിയിലല്ല ഇത് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ഇത് കാണുമ്പോഴത്തേക്കിനും നമ്മൾക്ക് തോന്നും ഇത് ഹിസ്റ്ററി കളക്ഷന് പോകേണ്ടതാണെന്ന് വിചാരിക്കും. ഇപ്പം സാധാരണ കുട്ടികൾ ചെയ്യുമ്പോഴത്തേക്കിനും എന്താണ് സ്ക്രാച്ചിങ് പിക്കിങ് ചെയ്യാറുണ്ടോ? കൊച്ചിന് എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ടോ? കോൾഡ് ഓർ സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ? അല്ലേ? ഡ്രൈ എയറുമായിട്ട് എക്സ്പോഷർ ആയിട്ടുണ്ടോ? ഇങ്ങനെ പിക്ക് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടെൻഡൻസി കാണാറുണ്ട്. ആക്ച്വലി ഈ കീവേഡ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്താലും യു വിൽ ഗെറ്റ് ദ സ്കോർ. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ടു അപ്ലൈ ദ തിങ് ഇൻ ദിസ് കാർഡ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് അത് ആപ്ലിക്കബിൾ അല്ല. കാര്യം നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങൾക്ക് ഒരു വേർസ്റ്റ് കാർഡായിരിക്കും കിട്ടുക. ഒരു 7 or 8 ബുള്ളറ്റ് പോയിന്റ്സ് നിങ്ങളുടെ എക്സാം കാർഡിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അവിടെ നിങ്ങൾ വീണ്ടും ഹിസ്റ്ററി കളക്ഷനെ 1 by 1 പിക്കപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദ ടൈം. നിങ്ങൾക്ക് 5 മിനിറ്റിൽ ഈ സാധനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വളരെ ലെക്സിക്കലായിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇത് അവതരിപ്പിക്കുകയും വേണം, അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചു പോവുകയാണ്. ദിസ് ഈസ് ദ തിങ് യു നീഡ് ടു കീപ്പ് ഇൻ റിമൈൻഡ്. ഓക്കെ, ശരി. അപ്പം അവിടെ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? Before that, Steven also commented, there can be various possible causes for the nosebleed, like are you following me? Definitely, good, Steven. If that's a good response from your side. That is fine. Okay. So we're just moving on with this particular thing. ഓക്കെ, സോ അവിടെ നോക്കിക്കേ, സ്ക്രാച്ചിങ് ഓർ പിക്കിംഗ് അല്ലേ? അപ്പം എന്താണ്, നമുക്കറിയാം കുട്ടിയാണ് അല്ലേ, 6 വയസ്സേ ഉള്ളൂ, നമ്മൾ ഓർക്കണം. സോ അത് തന്നെയാണ് കാരണം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആലിസ്, സോ ഐ ക്യാൻ ഔട്ട്ലൈൻ സം ഓഫ് ദ പോസിബിൾ കോസസ് ഫോർ യുവർ ചൈൽഡ്സ് nose bleeding. So especially it may be happen due to while your daughter is trying to scratch or picking up the nose, or it may be happen due to any trauma or injury by your child, or it may be probably happen due to the cold or sinus infection your child has experienced recently, or the medication usages, or it can be because of the exposure to the dry air. So have you found any of these causes relevant in your child's case? ഇതിൽ ഏതെങ്കിലും കോസ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കേസ് റെലവൻ്റ് ആണോ ആലിസേ? ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അപ്പം ഈ രീതിയിൽ അത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും ഒരുമിച്ച് ഒത്തിരി കീവേഡ് കയറ്റി കണക്റ്റീവ്സ് ചേർത്ത് പറയണമെന്നില്ല. ഇപ്പം ഇത്രയും ഉണ്ടല്ലേ. അപ്പം 1 എണ്ണിക്ക് സ്ക്രാച്ചിങ് പിക്കിംഗ്, 1 എനി ട്രോമ, 2 കോളർ സൈനസ് ഇൻഫെക്ഷൻ, 3 മെഡിക്കേഷൻ, 4 എക്സ്പോഷർ ഡ്രൈ എയർ, അങ്ങനെ 5 ഇൻഫർമേഷനാണ് ഉള്ളത്. അപ്പോൾ 2 പോയിന്റിന് ഒരു കീവേഡ് വെച്ചിട്ട് കണക്റ്റീവ്സ് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബോർ വരില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. You don't need to signpost it here. ഇവിടെ നമുക്ക് let me explain the possible causes. So let me just explain the possible causes, which include scratching or picking the nose, any trauma, cold or sinus infection, medications, and exposure to dry air. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആവാമെന്നുള്ളത് പറയാണ്. ഓക്കെ, ഇപ്പോൾ സൈൻ പോസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് വുഡ് ബി മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. അതായത് സൈൻ പോസ്റ്റ് ചെയ്യുന്ന ലൈക്ക് അഡ്വൈസസ് ഒക്കെ കൊടുക്കുമ്പോഴാണ് സൈൻ പോസ്റ്റ്. സോ ഫസ്റ്റ്ലി ഇറ്റ് വുഡ് ബി ബെറ്റർ യു കുഡ് ഡു ദാറ്റ്. സെക്കൻഡ്ലി ഐ വോണ്ട് ടു ടെൽ യു ദ സെയിം. തേർഡ്ലി എന്ന് പറയുന്നത്, കാരണം ഇവിടെ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ്ലി ഇറ്റ് ഇസ് സ്ക്രാച്ചിങ് ആൻഡ് പിക്കിംഗ്, സെക്കൻഡ്ലി ട്രോമ എന്ന് പറയുന്നതിനേക്കാളും പ്രോബബിലിറ്റിയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അത് കോട്ട് ചെയ്ത് പോയാൽ മതി ഒലിവിയ.
you don't need to use, you don't need to signpost in this particular point. ഇവിടെ വേണ്ട, ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഫൈൻ. ലൈക്ക് മോർ ഓവർ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസസ് കൊടുക്കുമ്പോഴാണ്. സോ ലിവിയ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദ സെയിം. ഓക്കെ, പ്രോബബിലിറ്റി കണക്റ്റീവ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ്, ഇറ്റ് മേ ബി പ്രോബബ്ലി ഹാപ്പൻഡ് ഡ്യൂ ടു, ഓക്കെ, ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ്, ഇറ്റ് മേ ഹാപ്പൻഡ്. സോ അങ്ങനത്തെ പ്രോബബിലിറ്റി കണക്റ്റീവ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് 1, 2, 3 യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ബോറാക്കാതെ 1, 2 യൂസ്. സോ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി എന്ന് നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി ചെയ്യാറുണ്ട്. സൈൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി. സോ ഫസ്റ്റ്ലി യു നീഡ് ടു ഡു ദിസ് തിങ്, സെക്കൻഡ്ലി ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു കുഡ് ഡു ദാറ്റ്, തേർഡ്ലി ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. സോ അല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ബിഗിൻ വിത്ത് ദിസ് തിങ് അലോങ് വിത്ത് ദാറ്റ് മോർ ഓവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് അതിനൊപ്പം തന്നെ സൈൻ പോസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അതായത് ചേഞ്ച് ഇൻ ടോപ്പിക് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുവാണ്. ഓക്കെ, എക്സ്പ്ലോർ ദ റെലവൻസ്, അത് മനസ്സിലായോ? എക്സ്പ്ലോർ ദ റെലവൻസ് ഓഫ് ദീസ് ടു ചിലത് ചോദിക്കുന്നത് മനസ്സിലായോ? സോ ഹാവ് യു found any of these causes relevant in your child's case, Alice? ഇങ്ങനെയാണ് അത് ചോദിക്കേണ്ടത് കേട്ടോ. Okay, I hope you people got an idea. Sini, good morning. So here it is, we have discussed the, എങ്ങനെയാണ് ഹിസ്റ്ററി കളക്ഷൻ നമ്മളൊരു ഫൈനലിലേക്ക് എത്തി. അവിടെ നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തു. മോറോവർ നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് പോസിബിൾ കോസസ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ഇങ്ങനത്തെ ഒരു ടാസ്കിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ള രീതിയിലേക്ക് പോകരുത്. ആ വേർഡ് ഒന്ന് പ്രോപ്പർലി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഹാവ് യു നോട്ടീസ് ദ റെലവൻസ് എന്നുള്ളൊരു പോയിന്റ് അവിടേക്ക് വരണം. Okay, so we're just moving on. The next thing. Yeah. So it is given here that it is confirm dry air as possible cause. അപ്പോൾ നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ലൈക്ലി കോസസ് പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, എന്തോ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മളൊരു കൺഫർമേഷനിലേക്ക് എത്തുന്നത്. സോ അവിടെ അമ്മയുടെ ആൻസർ വിൽ ബി ലൈക്ക് ആക്ച്വലി നഴ്സ് വർഷ ക്യാൻ യു പ്ലീസ് ഹാവ് ദ previous fine. So അവിടെ നോക്കിക്കേ, സ്ക്രാച്ചിങ് ഓർ പിക്കിംഗ്, എനി ട്രോമ, കോൾഡ് ഓർ സൈനസ് ഇൻഫെക്ഷൻ, അതൊക്കെ ചോദിച്ചു അല്ലേ. അപ്പം അമ്മയുടെ റിപ്ലൈ, നോ നേഴ്സ്, മൈ ചൈൽഡ് ഹാഡ് നോട്ട് എനി കൈൻഡ് ഓഫ് സ്ക്രാച്ചിങ് ഓർ പിക്കിംഗ് ഓഫ് ദ നോസ്, നോ ദർ വാസ് നോ ട്രോമ, ആൻഡ് ഷീ ഹാസൻറ്റ് ഹാഡ് എനി കൈൻഡ് ഓഫ് കോൾഡ് ഓർ സൈനസ് ഇൻഫെക്ഷൻ, ആൻഡ് ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ യൂസിങ് എനി കൈൻഡ് ഓഫ് മെഡിക്കേഷൻ. ഇതൊന്നും ഇല്ല നേഴ്സേ. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണ്? ഷീ ഹാസ് എക്സ്പോഷർഡ്, ഷീ ഹാഡ് ആൻ എക്സ്പോഷർഡ് റീസെൻ്റ്ലി ടു ദ ഡ്രൈ എയർ ബിക്കോസ് വി ഹാവ് ജസ്റ്റ് ബോട്ട് ആൻ AC ന്യൂലി ടു അവർ ഹോം. സോ AC-യുടെ ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും തന്നെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല അല്ലേ. അമ്മ പറയാണ് വേറെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, പക്ഷേ AC മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സ്പോഷർ, ആ ഡ്രൈ എയർ കുട്ടിക്ക് അടിച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ ഒരു നമുക്കൊരു ഐഡിയ കിട്ടി. ലൈക്ക് ഇത്രയും കാര്യങ്ങൾ ഔട്ട്ലൈൻ ചെയ്തപ്പോൾ യെസ് ഐ ഫീൽ ലൈക്ക് ദിസ് മൈറ്റ് ബി ഡ്രൈ എയർ, എക്സ്പോഷ്യർ ടു ഡ്രൈ എയർ സംതിങ് വിച്ച് ഐ നോട്ടിസ്ഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. കൺഫേം ഡ്രൈ എയർ ആസ് പോസിബിൾ കോസ്. ഓക്കെ, explore the relevance. All right. സോ അവിടെ ഇത്രയേ ഉള്ളൂ ഒലിവിയ. ഔട്ട്ലൈൻ പോസിബിൾ കോസസ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നു, അത് എങ്ങനെ വേണം എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ പ്രോബബിലിറ്റി ഫ്രേസസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് സംസാരിക്കാം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ്ലി ഇതുകൊണ്ടായിരിക്കാം, സെക്കൻഡ്ലി അങ്ങനെയല്ലാതെ പ്രോബബിലിറ്റി ആയിട്ടുള്ള കണക്റ്റീവ്സ് അവിടെ യൂസ് ചെയ്യാം. അതായത് യുവർ ചൈൽഡ് മേ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂ ടു ദ സ്ക്രാച്ചിങ് ഓർ പിക്കിംഗ് അപ്പ് ദ നോസ് ഓർ ഡ്യൂ ടു എനി ട്രോമ കൊണ്ടായിരിക്കാം. ഓർ ഇറ്റ് മേ ബി പ്രോബബ്ലി ഹാപ്പൻ ഡ്യൂ ടു ദ കോൾഡ് ഓർ സൈനസ് ഇൻഫെക്ഷൻ ആൻഡ് ദ യൂസേജ് ഓഫ് മെഡിക്കേഷൻ. ഓർ ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ദ എക്സ്പോഷർ ടു ദ ഡ്രൈ എയർ. ഹാവ് യു ഫൗണ്ട് എനി ഓഫ് ദീസ് കോസസ് റെലവൻറ്റ് ഇൻ യുവർ ചൈൽഡ്സ് കേസ്, ആലിസ്? ഇതിലേതെങ്കിലും കോസ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കേസിൽ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയാണ് അത് ചോദിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് പ്രോബബിലിറ്റി ഫ്രേസ് 1, 2, 3 നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം, ഒരുപാട് യൂസ് ചെയ്താൽ അത് കുളമായി പോവും. ആവശ്യത്തിന് മാത്രം അത് യൂസ് ചെയ്യുക, ബോറില്ലാത്ത രീതിയിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവസാനം എക്സ്പ്ലോർ ദ റെലവൻറ്റ്, ആ ഒരു സംഭവം അവിടെ കയറി വരണം, അത്രേ ഉദ്ദേശിച്ചാൽ മതി. സോ ഹാവ് യു ഫൗണ്ട് എനി ഓഫ് ദീസ് കോസസ് റെലവൻറ്റ് ഇൻ യുവർ ചൈൽഡ്സ് കേസ്, ആലിസ്? ഓക്കെ, ഒലിവിയയ്ക്ക് ക്ലിയർ ആയോ? Clear ayo? So have you noticed any of these relevant in your child's case എന്നങ്ങ് മെൻഷൻ ചെയ്യാം. Okay, so Olivia, we hope okay. Yes, thank you, Olivia. So we're just moving on to the next one. So confirm dry air as possible cause. So the mother, when she gave the information that dry air is something which they have noticed, അപ്പോൾ we will be moving on with the thing confirming. We will be confirming. So I can confirm dry air as a possible cause.
Yeah. ബിക്കോസ് ഓഫ് വിച്ച് എന്തുകൊണ്ടാണെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ അത് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു എന്തുകൊണ്ടായിരിക്കാം ഡ്രൈ എയർ തന്നെ ആവാനുള്ള കാരണം. എക്സാമ്പിൾ നേസൽ മെംബ്രൈൻ ഡ്രൈയിങ് ഔട്ട് ആൻഡ് ബിക്കമിങ് ക്രസ്റ്റി ഓർ ക്രാക്ഡ് മോർ ലൈക്ലി ടു ബ്ലീഡ് വെൻ റബ്ഡ്. അപ്പോൾ ചൈൽഡ് മൈറ്റ് ബി റബിങ് ഇറ്റ് ആൻഡ് ദേ ഹാവ് ഓൾസോ ടോൾഡ് ദാറ്റ് ഡ്രൈ എയറിൻ്റെ എക്സ്പോഷർ ഉള്ള കാര്യം അവർ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദ ചൈൽഡ് മൈറ്റ് ബി റബിങ് ദ നോസ് ഫ്രീക്വൻ്റ്ലി. ദാറ്റ് ഇസ് കോസിങ് ദിസ് പർട്ടിക്കുലർ nose bleeding in this child's. So I can confirm dry air as a possible cause because the nasal membrane dries out and becomes crusty and cracked and there are chances of more likely to bleed when rubbed. അപ്പോൾ കുട്ടി എപ്പോഴും റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഓൾറെഡി മെംബ്രൈൻ എന്താണ് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. സോ വെൻ ദ ചൈൽഡ് ഇസ് റബ്ബിങ് ഇറ്റ് കോൺസ്റ്റൻ്റ്ലി ഇറ്റ് മേ ലീഡ് ടു ദി എന്താ പറ്റുക ബ്ലീഡിങ്. ഓക്കെ, സോ ഐ ക്യാൻ കൺഫേം എന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങ് മെൻഷൻ ചെയ്യാം എന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു പർട്ടിക്കുലർ ബുള്ളറ്റ് പോയിന്റ്. ഐ ക്യാൻ കൺഫേം ഡ്രൈ എയർ ആസ് എ പോസിബിൾ കോസ്. ഓക്കെ, അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണ് നമ്മൾ. ബിക്കോസ് ദി നേസൽ മെംബ്രൈൻ or example the nasal membrane drying out and അല്ലെങ്കിൽ becomes dry and also it becomes rusty and cracked, more likely there are more chances to bleed when it is rubbed. Because the child is just a small kid 6 years old, so definitely when she is having dryness, dry sensation over her nose, she'll be constantly rubbing it. So then what will happen here is there are chances for bleeding. Hello Veena. Yes. സോ അതിനുശേഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ എന്തുകൊണ്ടാണ് പോസിബിലിറ്റി ഓഫ് എ ഡ്രൈ എയറിൻ്റെ കാര്യം മെൻഷൻ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞും കൂടി കൊടുക്കണം. ഐ മീൻ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക വെദർ ദ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് യുവർ പോയിന്റ് ഓർ നോട്ട്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചോദിക്കാം, ഇസ് ഇറ്റ് ക്ലിയർ ടു യു എന്നുള്ള കാര്യം കൂടി നമുക്കവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. ഓക്കെ, സോ we hope the point is clear and we are moving to the next bullet point, that is advice on management of nosebleeds. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇനി അമ്മയ്ക്ക് എങ്ങനെ ഇത് തടയാം എന്നുള്ളതാണ് അല്ലേ. സോ പക്ഷേ ഇതിന് മുന്നേ വേണമെങ്കിൽ നമുക്കൊരു കൺസേണും കൂടി ചോദിക്കാം. ബിക്കോസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, സെക്കൻഡ് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്തു, തേർഡിൽ നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്തു, ഫോർത്തിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അടുത്തതിൽ നമ്മൾ വീണ്ടും പറഞ്ഞു. ഇവിടെ നമ്മൾ പേഷ്യൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സോ യു മേ ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ വേർഡ്സ് വെയിൻ യു ആർ പ്ലാനിങ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. അവിടെ ജസ്റ്റ് ആ വേർഡ് ഒന്ന് എഴുതി വെക്കുക. സോ ദാറ്റ് നമുക്ക് റെപ്പറ്റീഷന് നമുക്ക് എന്താണ് ഒഴിവാക്കാൻ പറ്റും. സോ ഡു യു ഹാവ് എനി കൺസേൺ ആലിസ് എന്ന് ചോദിക്കാം. Do you have any other concern? Well, is there anything else bothering to you? Like, would you want me to address any other concern? Any other concern നിങ്ങൾക്ക് ഉണ്ടോ? Do you have any other queries? Do you have any other concern? ഇങ്ങനെ കുറേ കൺസേൺ അഡ്രസ്സിങ് ഫ്രേസസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളവിടെ യൂസ് ചെയ്താൽ മതി. ഫൈൻ. സോ അവിടെ നോക്കിക്കേ, നിങ്ങൾ കൺസേൺ ചോദിക്കുന്നു. സോ അമ്മ ചോദിക്കുകയാണ്, നേഴ്സ്, ഐ ഡു ഹാവ് എ കൺസേൺ. എന്താണ് എൻ്റെ കൺസേൺ? ക്യാൻ യു പ്ലീസ് ടെൽ മീ ദ പോസിബിൾ വേസ് ടു മാനേജ് മൈ ചൈൽഡ്സ് നോസ് ബ്ലീഡ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പോസിബിൾ വേ ആണ് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റുക, അതൊന്ന് പറഞ്ഞു തരാമോ? അതാണ് അമ്മ ചോദിക്കുന്ന കൺസേൺ. ഓക്കെ, സോ അവിടെ കൺസേൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കൺസേൺ അഡ്രസ് ചെയ്യുന്നൊരു ഫ്രേസ് അവിടെ കൊടുത്തിട്ടുണ്ടാവണം. ദാറ്റ് മീൻസ് റിയഷുറൻസ് അവിടെ കൊടുക്കണം. നമ്മൾ എന്തായാലും കൂടി ചെയ്യാം അറ്റ് ദ സെയിം ടൈം അല്ലേ. അപ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ആ ഒരു എഫേർട്ട് ഇട്ട് അമ്മ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐ റിയലി അപ്രീഷിയേറ്റ് your question. I really appreciate you for asking this concern, Alice. So I can tell you some of the possible ways that you can try out to manage your child's nosebleeds. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെയാണ് സൈൻ പോസ്റ്റിംഗ് വരിക കേട്ടോ. നേരത്തെ ആരായിരുന്നു സൈൻ പോസ്റ്റിംഗ് ഡൗട്ട് ചോദിച്ച്? അല്ലേ. സോ ഇവിടെയാണ് സൈൻ പോസ്റ്റിംഗ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് പറയാം, വെൽ ഫസ്റ്റ്ലി your child needs to make an upright position by pinching her nostrils below the bridge. It's very important to reduce the nosebleed, and she can apply the pressure for at least 10 minutes, so it will help her to അപ്പോൾ നമുക്കറിയാം, സാധാരണ നമ്മൾ കുറേ നേരം ഒരു പ്രഷർ ഒരു പാട്ടിൽ നമുക്കറിയാം ബ്ലഡ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളത്, പ്രസ് ചെയ്യും അല്ലേ, കുറച്ച് നേരത്തേക്ക് പ്രസ് ചെയ്ത് പിടിക്കും. എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? ടു മേക്ക് ദ ക്ലോട്ട് അല്ലേ. ആ ഒരു ക്ലോട്ട് ഉണ്ടായിട്ട് അവിടെ ആ ഒരു ബ്ലഡ് ഫ്ലോ തടയാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു സംഭവം തന്നെയാണ് നോസ് ബ്ലീഡിൻ്റെ കാര്യത്തിലുള്ളത്. പ്രഷറൈസ് ചെയ്യുക അല്ലേ, ആ ഏരിയ ഒരു 10 മിനിറ്റ്സിലേക്ക് പ്രഷർ ചെയ്ത് പിടിക്കുക. അപ്പോൾ എന്തുണ്ടാവും, ക്ലോട്ട് ഫോർമേഷൻസ് അവിടെ ഉണ്ടാവും. സോ ദെയർ ബൈ വി ക്യാൻ മിനിമൈസ് ദ ബ്ലീഡ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്ലീസ് ഡു അവോയ്ഡ് ദ ബ്ലോയിങ് ദ നോസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇറ്റ് വിൽ ഡിസ്റ്റർബ് ദ ക്ലോട്ട് അല്ലേ, അറിയാം. സോ വീണ്ടും ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്. സോ പ്ലീസ് ട്രൈ ടു അവോയ്ഡ് ദ ബ്ലോയിങ് ഓഫ് ദ നോസ് അറ്റ് ദാറ്റ് ടൈം.
ആൻഡ് ഒരു കാര്യം അവർ പറഞ്ഞിട്ട് നോട്ട് ലീനിങ് ബാക്ക് ഓർ ലൈങ് ഡൗൺ അല്ലേ, ലീനിങ് ബാക്ക് ചെയ്യല് ലൈങ് ഡൗണും ചെയ്യാൻ പാടില്ല. സോ ആ ഒരു കാര്യം കൂടെ, സോ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യുവർ ചൈൽഡ് ഈസ് നോട്ട് അറ്റ് ഓൾ ലീനിങ് ബാക്ക് ഓർ ലൈങ് ഡൗൺ അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ബിക്കോസ് ഇറ്റ് മേ പ്രോൺ ടു ഗെറ്റ് മോർ ബ്ലീഡിങ്, അത് പ്രോൺ ആകാൻ ചാൻസ് ഉണ്ട്, ബ്ലീഡിങ്ങിനെ കൂട്ടാൻ ചാൻസ് ഉണ്ട് ആ പൊസിഷൻ. സോ ഷി നീഡ്സ് ടു റിഫ്രൈൻ ഫ്രം അല്ലേ, ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് മീ അഡ്വൈസ് ഓൺ ദ മാനേജ്മെന്റ് ഓഫ് nosebleeds. So try to maintain an upright position while she is having the nosebleed, and ask her to pinch the nostrils. അല്ലെങ്കിൽ സെക്കൻഡ്ലി ഫസ്റ്റ് തിങ്, സോ ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സൈൻ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് മീ അഡ്വൈസ് ഓൺ ദ മാനേജ്മെന്റ് ഓഫ് nosebleed. ഫസ്റ്റ്ലി try to maintain an upright position. Secondly, pinching the nostrils below the bridge, applying pressure for 10 minutes. Yes. Moreover, അല്ലെങ്കിൽ thirdly, അല്ലെങ്കിൽ most importantly എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, avoiding blowing nose. Moreover, not leaning back and lying down. ഇതും കൂടി മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ സൈൻ പോസ്റ്റ് ചെയ്തു. ഫസ്റ്റ്ലി നമ്മൾ ആദ്യമേ പറഞ്ഞ പോയിന്റ് കണക്ട് ചെയ്തു. അപ്പോൾ പൊസിഷൻ്റെ കാര്യമാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ്ലി പിഞ്ചിങ് ദ നോസ്, പ്രഷർ കൊടുക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പോയിന്റ് ചെയ്യുന്ന കാര്യമാണ് ബ്ലോയിങ് ദ നോസ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയുന്നുണ്ട്, ലീനിങ് ബാക്ക്. അപ്പോൾ നമുക്ക് മോർ ഓവർ അല്ലെങ്കിൽ അലോങ് വിത്ത് ദാറ്റ് എന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഫോളോയിങ്, യു ഗെറ്റിംഗ് യു വിത്ത് അസ് എന്നുള്ള കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, അവിടെ നിങ്ങൾ ചോദിക്കുക, ഒരു ക്ലാരിഫിക്കേഷൻ ഫ്രേസും കൂടെ നിങ്ങൾ സീക്ക് ചെയ്യണം. ചോദിക്കാം, am I clear to you? ക്ലിയർ ആണോ അലസേ? ആർ യു ഓൺ ദ സെയിം പേജ്? ഓക്കെ ആണോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ആർ യു ഗെറ്റിംഗ് വാട്ട് ഐ ആം സേയിങ് അല്ലേ? അങ്ങനെ എന്ത് ഫ്രേസസ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ വി ഹോപ്പ് ദാറ്റ് യു ഗോട്ട് an idea regarding this particular slide. We are moving on. Emphasize nosebleed prevention is not possible. അപ്പോൾ അമ്മയ്ക്ക് വേറെ എന്തോ ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മളോട് ചോദിക്കാനുണ്ട്. നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുവാണ്. യെസ്, am I clear to you, Olivia? Yes, that's good, Olivia. Good. Okay, so emphasize ചെയ്ത് പറയാണ് nosebleed prevention possible അല്ല. അപ്പോൾ അതിന് മുന്നേ ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്താണ്, നമ്മളൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ വുഡ് യു ലൈക്ക് ടു ആസ്ക് മീ എനി അതർ ക്വസ്റ്റ്യൻ? അപ്പോൾ നിങ്ങൾ എവിടേക്കാണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെപ്പിറ്റീഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. സോ വി ആർ എംഫസൈസിങ്. എംഫസൈസ് ആൻഡ് സ്ട്രെസ്, ഇങ്ങനത്തെ പോയിന്റ് എവിടെ കണ്ടാലും ഓർത്തോണം. എംഫസൈസ്, ഒരു കാര്യം നിങ്ങൾ എംഫസൈസ് ചെയ്ത് പറയേണ്ടി വരിക അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയേണ്ടി വരിക, ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ കൺസേൺ ഫ്രം ദ പേഷ്യൻ്റ് സൈഡ്. അവിടുത്തെ ഒരു കൺസേൺ ഡെഫിനറ്റ്ലി വന്നിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ എംഫസൈസ് ചെയ്ത് പറയേണ്ടി വരിക അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയേണ്ടി വരിക. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. ഓക്കെ, സോ അവിടെ നിങ്ങൾ ചോദിക്കുകയാണ്, വെൽ is there anything else bothering to you, അല്ലെങ്കിൽ do you have any further questions, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ. സോ അവിടെ നോക്കിക്കേ, അമ്മ പറയുന്നു, I do have a concern nurse, can you please tell me whether it is curable for permanently, ഇത് പെട്ടെന്ന് ക്യൂർ ആകുമോ, അല്ലെങ്കിൽ ഇത് പെർമനന്റ് ക്യൂർ ആണോ, ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ്ലി ഇത് വർക്കൗട്ട് ആണോ അല്ലേ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ, എൻ്റെ കുഞ്ഞിന് ഓക്കെ ആണോ അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് സോറി മദറിന് ചോദിക്കാനുള്ളത്. അതെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആക്ച്വലി അങ്ങനെയാണോ തന്നേക്കുന്നത് അല്ല, പ്രിവെൻഷൻ ഈസ് നോട്ട് പോസിബിൾ എന്ന് തന്നേക്കുന്നത് അല്ലേ. ബ്രാക്കറ്റ് നോക്കിക്കേ, ഓൺലി റെഡ്യൂസിങ് ഒക്കറൻസ് ഓഫ് ഫ്രീക്വൻസി. അപ്പം ഇത് എന്തിനാണ് നമ്മൾ ഇത്രയും മെഷേഴ്സ് പറഞ്ഞു കൊടുത്തേ, ഈ ഒക്കറൻസ്, ഈ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒക്കറൻസിനെ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞല്ലേ. ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ടും കുട്ടി ഓക്കെ ആവും എന്നല്ല നമ്മൾ പറഞ്ഞു കൊടുത്തേ. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഇവൻറ്റിൻ്റെ ആ ഒരു സിവിയറിറ്റി കുറയ്ക്കാൻ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, മോയ്സ്ചറൈസിങ് ദ ലൈനിങ് ഓഫ് നോസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ്പോഷർ ടു ഡ്രൈ എയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേസൽ മെംബ്രെയിൻ അതെന്ത് പറ്റാൻ ചാൻസ് ഉണ്ട്, ഇറിറ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുവഴി നേസൽ മെംബ്രെയിൻ നമുക്കറിയാം ഏറ്റവും ഭയങ്കര തിന്നായിട്ടുള്ള ബ്ലഡ് വെസൽസ് എവിടെയാണുള്ളത്, നോസിലാണുള്ളത് ഡെഫിനറ്റ്ലി. സോ അവിടെ ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ഇറിറ്റേഷൻ ഉണ്ടാവും, അതുവഴി ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ പറയാം, മോയ്സ്ചറൈസിങ് ദ ലൈനിങ് ഓഫ് നോസ്, ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെൻറ്റ് ദ ബ്ലീഡിങ്, അല്ലെങ്കിൽ ടു റെഡ്യൂസ് ദ ബ്ലീഡിങ്, അല്ലെങ്കിൽ ടു മിനിമൈസ് ദ ബ്ലീഡിങ്. അവിടെ എന്താണ്, യൂസിങ് സലൈൻ നേസൽ പ്രൊഡക്ട്സ്, അതൊക്കെ യൂസ് ചെയ്യാം അല്ലേ. എന്തിനാണ്, ടു കീപ് ദ നേസൽ ഏരിയ more to avoid the dryness. അതുപോലെ ഹ്യൂമിഡിഫയർ യൂസ്. Yes, so Ashwati has a concern. Patient said that I have no concern. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വതി എംഫസൈസ് ചെയ്താൽ മതി. So Alice, I would like to emphasize that the nosebleed prevention is not possible എന്നൊക്കെ പറഞ്ഞാൽ മതി.
ഓക്കെ, സോ അവിടെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. യെസ് ആലിസ്, സോ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ? ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ആലിസ്, ഐ വുഡ് ലൈക്ക് ടു എംഫസൈസ് ദാറ്റ് nosebleed prevention is not possible because we can only reduce the occurrence or frequency by applying moisturizers on the lining of nose using saline nasal products and humidifier. I hope it's clear to you എന്നവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, if in case they are not asking question, that is a reasonable concern also. അപ്പോൾ in case അവർ പറയണം എനിക്കൊന്നും ചോദിക്കാനില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, so Stavin has commented, please note that preventing the nosebleed is not possible, rather only a reduction in its occurrence can be practiced by either moisturizing lining of nose or using nasal humidifier. Yes, Stavin, that's good, that's pretty good. Nice explanation, good. Okay, so the next point is reassure parent about nosebleeds. Not usually serious, more common in children. Yes, Olivia has already commented down. Fine. Don't worry Alice, it isn't serious condition, and moreover it's very common in child. Yes, very good Olivia, very good. Fine. സോ അവിടെ നോക്കിക്കേ, റിയേഷർ ചെയ്യാണ് നിങ്ങളുടെ പേരൻറ്റിനെ. എപ്പോഴാണ് റിയേഷർ ചെയ്യേണ്ടി വരിക? വെൻ ദ മദർ ഈസ് വറീഡ്, അല്ലേ? അപ്പം മദർ വറി ആവുന്നുണ്ടായിരിക്കാം അവിടെ, അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? റിയേഷുറൻസ് കൊടുക്കേണ്ടി വരിക. അപ്പം മദർ വറീഡ് ആവുന്നുണ്ടായിരിക്കാം, നഴ്സേ ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണോ, അല്ലേ? നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പം ഭയങ്കര സീരിയസ് ആണോ ഇത്, അല്ലേ? അപ്പം നമ്മൾ എന്ത് പറയാം? ആലിസ്, യു ഡോണ്ട് നീഡ് ടു ബി വറി അബൌട്ട് ദിസ്, ഇറ്റ്സ് വെരി നോട്ട് അറ്റ് ഓൾ സീരിയസ് ആൻഡ് യു ഡോണ്ട് നീഡ് ടു ബി വറി, ഇറ്റ്സ് വെരി കോമൺ ഇൻ ദ ചൈൽഡ്. ഇത് ഭയങ്കര കോമൺ ഇൻ ചിൽഡ്രൻ മോസ്റ്റ് കോമൺലി. അപ്പോൾ ഇത് ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. നിങ്ങളതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ ആലിസ്, ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് യു ഡോണ്ട് നീഡ് ടു ബി വറി അബൌട്ട് യുവർ ചൈൽഡ്സ് കണ്ടീഷൻ. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സീരിയസ് ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി കോമൺ ഇൻ ചിൽഡ്രൻ. ഇത് സാധാരണ കുട്ടികളിൽ കാണാറുള്ളതാണ്. നിങ്ങളതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. There is nothing to be alarmed about this. Okay? Yes, there is nothing to be alarmed about it എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ബിക്കോസ് അത് പറഞ്ഞതിന് ശേഷം, എംഫസൈസ് ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി ദ പാരന്റ് വിൽ ബി ഗെറ്റിംഗ് വറീഡ്. സോ ആലിസ്, I can understand being a parent, this might be difficult for you to learn this, but don't worry, we all are here to help you. Moreover, I can tell you that it is not usually a serious condition. Moreover, it's very common in children. So, try to relax yourself. And avada namukku endu cheyam, mention cheyam. I hope it's clear. We are just moving on to the next one. So we just moved on to the last task. ഇതാണ് നമ്മുടെ റോൾ പ്ലേയുടെ ഏറ്റവും അവസാനത്തെ ടാസ്ക്. നോക്കിക്കേ, അഡ്വൈസ് വെൻ ടു റിട്ടേൺ. അപ്പം നമ്മൾ പറയാണ്, as long as your child is able to practice all these measures by herself, we can expect a good routine recovery. But at the same time, I can explain you one thing. എന്താണ്, even if the problem is still worsens or you're noticing that persisting for more than 2 weeks, ഇത്രയൊക്കെ ചെയ്തിട്ടും കൊച്ചിന് ഈ പ്രോബ്ലം വേഴ്സൺ ആവുകയാണ്, അല്ലെങ്കിൽ പെർസിസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് മോർ ദാൻ 2 weeks, അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? യു നീഡ് ടു കം ബാക്ക് ഹിയർ ഫോർ സീക്കിംഗ് ദ മെഡിക്കൽ അറ്റൻഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റിട്ടേൺ വരണം ഫോർ സീക്കിംഗ് ദ മെഡിക്കൽ അറ്റൻഷൻ ആസ് മച്ച് ആസ് പോസിബിൾ. സോ അവിടെ അങ്ങനെ ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയാൻ പറ്റും? വെൽ, അക്നോളജ് യുവർ കൺസേൺ ആലിസ്, യു ഡോണ്ട് നീഡ് ടു ബി വറി, ആസ് ലോങ് ആസ് യുവർ ചൈൽഡ് ഈസ് ഏബിൾ ടു പ്രാക്ടീസ് ഓൾ ദീസ് മെഷേഴ്സ് ബൈ ഹെർസെൽഫ്, ഡെഫിനറ്റ്ലി ഷീ ക്യാൻ ഹാവ് എ നോർമൽ റുട്ടീൻ റിക്കവറി. ബട്ട് ഈവൻ ഇഫ് ഷീ ഈസ് ട്രൈങ് ഔട്ട് ഓൾ ദീസ് മെഷേഴ്സ് ആൻഡ് സ്റ്റിൽ ദ പ്രോബ്ലംസ് ആർ worsening or persisting for more than 2 weeks, then you need to come back here for seeking the medical attention as much as possible. Does that sound clear to you? Yes, അവിടെ നമുക്കത് ചോദിക്കുകയും ചെയ്യാം. സോ ഇവിടെ നമ്മൾ ആ ഒരു പോയിന്റ് പറഞ്ഞ് നിർത്തിയോണ്ട്, റിയഷോർ ചെയ്ത് നിർത്തിയത് കൊണ്ട് തന്നെ, ഇഫ് യു വോണ്ട് യു മേ ആസ്ക് കൺസേൺ, ഡു യു ഹാവ് എനി ഫർദർ ഡൗട്ട്സ് ഓർ ഇസ് ദർ എനിത്തിങ് എൽസ് സ്റ്റിൽ കൺസേണിങ് യു എന്ന് ചോദിക്കുമ്പോൾ, അവരെന്തെങ്കിലും റീവിസിറ്റിൻ്റെ കാര്യം, എനി ഫർദർ അഡ്വൈസ് സീക്ക് ചെയ്യണോ, അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ ഇനി അടുത്ത അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും അപ്രിഷിയേറ്റ് ചെയ്യാം. ഐ റിയലി അപ്രിഷിയേറ്റ് യുവർ വാല്യുബിൾ ക്വസ്റ്റ്യൻ ഹിയർ. സോ ഐ ക്യാൻ അഡ്വൈസ് വെൻ ടു റിട്ടേൺ ബാക്ക്. സോ ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് ദ പ്രോബ്ലം ഇസ് worsening or persisting for more than 2 weeks, so try to seek medical attention as soon as possible. Okay, എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. Meanwhile, try to work out the strategies whichever we have discussed. എന്നും കൂടി മെൻഷൻ ചെയ്യാം. Now we are moving on to the conclusion. So what are the things that you want to include in the conclusion? Principal Matthew, thank you. Yeah, fine. Yes, definitely. All right. സോ അവിടെ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും? നമ്മളെല്ലാം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു, എല്ലാം എവറിത്തിങ് ഈസ് ക്ലിയർ നൗ. സോ നമുക്ക് പറയാം, വെൽ ആലിസ്, ഐ ഹോപ്പ് ദാറ്റ് എവറിത്തിങ് ഈസ് ക്ലിയർ ടു യു നൗ, അല്ലെങ്കിൽ ഐ ഹോപ്പ് ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് ഐ ഹാവ് ഗിവൺ ഈസ് ക്ലിയർ, അല്ലെങ്കിൽ ഐ ഹോപ്പ് ദാറ്റ് ഐ ഹാവ് മേഡ് മൈ സെൽഫ് ക്ലിയർ ടു യു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ ആൻഡ് ഐ വിഷ് യുവർ ചൈൽഡ് എ സ്പീഡി റിക്കവറി, അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എന്ത് ചെയ്യണം? അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം അവർക്ക് ക്ലിയർ ആയോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യേണ്ടതാണ്, അല്ലേ? ക്ലാരിറ്റി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫർദർ കൺസേൺസ് ഉണ്ടോ? സോ ഐ ഹോപ്പ്, അല്ലെങ്കിൽ നമ്മളവിടെ മെൻഷൻ ചെയ്യുന്ന യൂഷ്വലി ഒരു കാര്യമാണ്, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് ഓർ ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ്ഡ് ഓൾ യുവർ കൺസേൺസ് എന്ന് നമുക്ക് ചോദിക്കാം.
അതിനുശേഷം എന്ത് ചെയ്യണം, അവർക്ക് ഫർദർമോർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അവരുടെ അടുത്ത് ചോദിക്കേണ്ടതാണ്. സോ ഡു യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ് ഓർ വുഡ് യു ലൈക്ക് ടു ആസ്ക് മീ എനിത്തിങ് എൽസ് എന്നുള്ള കാര്യം കൂടി നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഒന്നുമില്ല എന്നുണ്ടെന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ മെൻഷൻ ചെയ്യാവുന്ന എന്താണ്, സ്പീഡി റിക്കവറി പറയാൻ പറ്റുമോ ഈ ഒരു കേസിൽ? വിൽ യു ബി സേയിങ് എ സ്പീഡി റിക്കവറി ഹിയർ? Can you just comment down? Speedy recovery parayo? I think I have made myself clear to you. Yes, Definitely. that's I clear. hope I've addressed your concerns. പറയും, അല്ലെങ്കിൽ I think have made myself clear to you. Good, Olivia. അതിനൊപ്പം തന്നെ ചോദിക്കുക further doubts എന്തെങ്കിലും ഉണ്ടോ. ഓക്കെ, ഡു യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ് ടു മീ? ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലി നമുക്ക് ഗുഡ് നോട്ടിൽ പറയാം, നിർത്താം. പക്ഷേ സ്പീഡി റിക്കവറി ഈ ഒരു കേസിൽ പറയരുത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ടോൾഡ് ദാറ്റ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, പ്രിവെൻഷൻ ഇസ് നോട്ട് പോസിബിൾ. സോ വിൽ ബി സേയിങ് ഐ വിഷ് യു ഗുഡ് ഹെൽത്ത് ടു യുവർ കിഡ് എന്നുള്ള കാര്യം പറഞ്ഞ് നമുക്ക് ഫൈനലി എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം ടാസ്ക്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് എൻ ഐഡിയ റിഗാർഡിംഗ് ദ സെയിം. Yes, so yes. Prince has commented. So we can't say a speedy recovery here because there is no prevention. I hope things are clear. You got an idea regarding how to, present this particular role play card. We have made a deep analysis into this particular card. We'll be coming with another set of card in the next session. Yes. So we'll be coming and ഇതുപോലത്തെ തന്നെ ഡിഫറെൻറ്റ് സിനാരിയോസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു അപ്രോച്ച് എ റോൾ പ്ലേ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്കഷൻ. വി റിയലി ഹോപ്പ് ദാറ്റ് എവറിത്തിങ് ഈസ് ക്ലിയർ ടു യു. ആൻഡ് yeah, thank you for listening to us all this while, guys. Thank you so much for the same. Thank you. Thank Bye. you. Take care.